ഹായ് ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ പാർട്ട് 1 ലെറ്റേഴ്സ് അസസ് ചാപ്റ്റർ 3 വിലയിരുത്താൻ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ദി ലാസ്റ്റ് ഇലക്ട്രോൺ ഓഫ് ആൻ ആറ്റം ഈസ് ആഡഡ് ടു ദി തേർഡ് സബ്ഷൻ. There are 7 electrons in this subshell. Answer the following questions regarding this atom. ഒരു ആറ്റത്തിൽ അവസാന ഇലക്ട്രോൺ നിറയുന്നത് 3D സബ്ഷെല്ലിലാണ്. ഈ 3D സബ്ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. ഈ ആറ്റത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3Dയിലാണ് 7 ഇലക്ട്രോൺസ്, 3D 7. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മുന്നിലുള്ള സബ്ഷെല്ലുകളൊക്കെ എന്തായിരിക്കും? നിറഞ്ഞായിരിക്കും, ഫിൽഡ് ചെയ്തായിരിക്കും 3D വരെ എത്തിയെന്ന് നമുക്കറിയാമല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള പൂർത്തീകരിച്ച ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതാമല്ലോ. 1s2, 2s2, 2p6, 3s2, 3p6, അതിനുശേഷം 4s2, ദെൻ ആണ് 3D 7 വരുന്നത്. നമ്മൾ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ കേസിൽ ഇലക്ട്രോണിക് വിന്യാസം എങ്ങനെയാണ് എഴുതുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആദ്യം എന്താ ചോദിച്ചേക്കുന്നത്? അറ്റോമിക് നമ്പർ എത്ര എന്നാണ്. ദാറ്റ് ഈസ് അറ്റോമിക് നമ്പർ. അറിയാമല്ലോ, 1s2, 2s2, 2p6, 3s2, 3p6 വരെ എന്താണ്? 18 ഇലക്ട്രോൺസ് നമ്മുടെ ആർഗൻ്റെ അറ്റോമിക് നമ്പറാണ്. പ്ലസ് 4sലെ 2 ഇലക്ട്രോണും കൂടെ ആകുമ്പോൾ 20. പിന്നീട് 3Dയിലെ 7 ഇലക്ട്രോണും കൂടെ ആകുമ്പോൾ 27. അപ്പോൾ അറ്റോമിക് നമ്പർ എത്രയാണ്? 27. ഇതിൻ്റെ പൂർണ്ണ ഇലക്ട്രോണിക് വിന്യാസം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 27 നമുക്ക് കിട്ടി. അതിൻ്റെ മുമ്പേ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയായിരുന്നു. എങ്ങനെയാണ്? 1s2, 2s2, 2p6, ഇതെല്ലാം എല്ലാ സബ്ഷെല്ലും നിറഞ്ഞാണ് 3D വരെ എത്തുന്നത്, 3D 7 വരെ എത്തുന്നത്. 3s2, 3p6, 4s2 ആൻഡ് 3D 7. ടു വിച്ച് ബ്ലോക്ക് ഡസ് ഇറ്റ് ബിലോങ്? ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്? അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലാണെന്ന് പറയുന്നത്? ഡി സബ്ഷെൽ. അപ്പോൾ ഏത് ബ്ലോക്കിലാണ് പെടുന്നത്? ഏത് ബ്ലോക്കിലാണ്? ഡി ബ്ലോക്കിൽ. അവസാനത്തെ ഇലക്ട്രോൺ എവിടെയാണ്? ഡി സബ്ഷെല്ലാണ്. അപ്പോൾ ഏത് ബ്ലോക്കിലാണ് ബിലോങ് ചെയ്യുന്നത്, ഉൾപ്പെടുന്നത്? ഡി ബ്ലോക്കിലാണ്. പീരീഡ് നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ഇറ്റ്സ് പീരീഡ് നമ്പർ. എന്താണ് പീരീഡ് നമ്പർ? എങ്ങനെ? ഹയസ്റ്റ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ നോക്കുക. ഷെൽ നമ്പർ ഏറ്റവും വലിയത് എത്രയാണെന്ന് നോക്കി അങ്ങ് എഴുതി വെച്ചാൽ അത് എത്രയാണ്? 4ആണ്. അപ്പോൾ ഇത് ഏത് പീരീഡിൽ വരുന്നതാണ്? 4ാമത്തെ പീരീഡ്. വലിയ ഷെൽ നമ്പർ ഏതാന്ന് നോക്കുക, വലിയ ഷെൽ സംഖ്യ ഏതാന്ന് നോക്കുക. അതാണ് നമ്മുടെ പീരീഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഷെൽ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസത്തിൽ ഏറ്റവും വലിയ ഷെൽ സംഖ്യ എത്രയാണോ അതാണ് നമ്മുടെ പീരീഡ് നമ്പറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എത്രയാണ്? 4. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാമല്ലോ. 4sലെയും 3Dയിലെയും എസ്സിലെയും അവസാനത്തെ എസ്സിലെയും ഡിയിലെ ഇലക്ട്രോൺസ് കൂട്ടിയാണ് നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡി ബ്ലോക്കിൻ്റെ കേസിൽ അപ്പോൾ 2 + 7 9 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 9ാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. 9ാമത്തെ ഗ്രൂപ്പിൽ. എങ്ങനെയാണ്? ഡി ബ്ലോക്കിൻ്റെ കേസിൽ എസ്സിലെയും അവസാനത്തെ എസ്സിലെയും ഡിയിലെയും ഇലക്ട്രോൺസ് തമ്മിൽ കൂട്ടുമ്പോഴാണ് നമുക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടുന്നത്. പി ബ്ലോക്കിൻ്റെ കേസിലും നമ്മൾ എങ്ങനെയാണ്? അവസാനത്തെ എസ്സിലെയും പിയിലെ ഇലക്ട്രോൺസ് കൂട്ടി അതിൻ്റെ കൂടെ 10ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രൂപ്പ് നമ്പർ പി ബ്ലോക്ക് മൂലകങ്ങളുടെ കേസിൽ കിട്ടുന്നത്. 6ാമത്തെ ചോദ്യം. ഫൈൻഡ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഇൻ ദി ഫോളോയിങ് കോമ്പൗണ്ട്സ്. ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തങ്ങളിലെ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണ അവസ്ഥ കണ്ടെത്തുക എന്നാണ്. അപ്പോൾ ആദ്യത്തിലുള്ളത് എന്നെയാണ് അവിടുത്തെ എസ് ബ്ലോക്ക് എലമെൻറ്റ്. അടുത്തതിൽ പൊട്ടാസ്യം കെ ആണ് അവിടുത്തെ എസ് ബ്ലോക്ക് മൂലകം. കാൽഷ്യമാണ് അടുത്ത എസ് ബ്ലോക്ക് മൂലകം. മഗ്നീഷ്യമാണ് അടുത്ത എക്സ് ബ്ലോക്ക് മൂലകം. അപ്പോൾ ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക, ഓക്സീകരണ അവസ്ഥ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ N2O ഓക്സിജൻ്റെ നമുക്കറിയാം -2 എന്നല്ലേ. -2. നമുക്ക് Na2 2 സോഡിയം ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? Na2O ആണ്. അപ്പോൾ സോഡിയത്തിൻ്റെ ഓക്സിജൻ അവസ്ഥയാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് സോഡിയത്തിൻ്റെ അറിയാത്തതുകൊണ്ട് എക്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം? 2x 2 സോഡിയം ഉണ്ടായതുകൊണ്ട് 2x എന്ന് വിളിക്കുന്നു. പ്ലസ് അടുത്ത മൂലകത്തേക്ക് കയറുമ്പോൾ പ്ലസ് ഇടുക. പ്ലസ് ഓക്സിജൻ്റെ നമുക്കറിയാം -2 = 0. കൂട്ടുമ്പോൾ 0 കിട്ടണം. = 0. ഓക്കെ. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പം -2 അപ്പുറത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ എന്താവും? +2 ആവും അല്ലേ.
-2 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് 2x = 2 എന്ന് വരും. കാരണം -2 അപ്പുറത്ത് ഈക്വലിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അത് +2 ആണ്. അപ്പോൾ x = നമുക്ക് എത്ര കിട്ടും? 2 / 2 +1 എന്ന് കിട്ടും. സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര? +1. ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര സോഡിയത്തിൻ്റെ? +1. ഓക്കെ. അടുത്ത KBr, ബ്രോമിൻ്റെ -1 ആണ്. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ എന്തായിരിക്കും? +1 ആയിരിക്കും. കൂട്ടുമ്പോൾ 0 കിട്ടുന്നില്ലേ? +1 + -1 = 0 ആണ് കിട്ടുന്നത്. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ +1 ആണ്. ഇനി കാൽഷ്യം ഓക്സൈഡ്, ഓക്സിജൻ്റെ -2 ആണ്. അപ്പോൾ കാൽഷ്യത്തിൻ്റെ എത്ര ആയിരിക്കണം വരേണ്ടത്? +2 ആണ്. അപ്പോൾ +2 + -2 ചെയ്യുമ്പോൾ 0 ആണ്. നമുക്ക് ഓക്സീകരണ അവസ്ഥ രണ്ട് മൂലകത്തിൻ്റെ, നമുക്ക് തന്നിരിക്കുന്ന മൂലകത്തിൻ്റെ ആ ഒരു കോമ്പൗണ്ടിലെ എല്ലാ മൂലകത്തിൻ്റെയും ഓക്സീകരണ അവസ്ഥകൾ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കൂട്ടുമ്പോൾ നമുക്ക് 0 ആയിരിക്കണം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഓക്സിജൻ -2 ആണ്, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം. അപ്പോൾ കാൽഷ്യം എത്ര വരണം? 0 കിട്ടണമെങ്കിൽ കൂട്ടുമ്പോൾ +2 വരണം. അപ്പോൾ +2 + -2 എത്രയാണ്? 0. അപ്പോൾ കാൽഷ്യത്തിൻ്റെ +2 ആണ് ഓക്സിജൻ അവസ്ഥ. ഇവിടെ മഗ്നീഷ്യം Cl2 അല്ലേ? ക്ലോറിൻ്റെ -1 ആണെന്ന് നമുക്കറിയാം. ഇവിടെ 2 ക്ലോറിൻ ഉണ്ടായതുകൊണ്ട് -2 ആണ് വരുന്നത്. -2 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ മഗ്നീഷ്യം എത്ര വരണം? +2 വരണം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര വരണം? +2 വരണം. ഓക്കെ. അപ്പോൾ സോഡിയത്തിൻ്റെ +1 ആണ്. പൊട്ടാസ്യത്തിൻ്റെയും +1 ആണ്. കാൽഷ്യം ഓക്സൈഡിലെ കാൽഷ്യത്തിൻ്റെ +2 ആണ്. Mgയുടെയും +2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. ഏഴാമത്തെ ചോദ്യം, വിച്ച് സബ്ഷെൽ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഈച്ച് പെയർ ഓഫ് ക്വാണ്ടം നമ്പർ വാല്യൂസ് ഗിവൺ ബിലോ? ചുവടെ നൽകുന്ന ഓരോ ജോഡി ക്വാണ്ടം നമ്പർ വിലകളും ഏത് സബ്ഷെല്ലിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടുപിടിക്കാമല്ലോ. n = 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സബ്ഷെല്ല്. അപ്പോൾ 1. L = 0 എന്ന് വെച്ചാൽ ഏത് സബ്ഷെല്ലാണ് വരുന്നത്? S സബ്ഷെല്ലാണ്. അപ്പോൾ ഇത് ഏത് സബ്ഷെല്ലാണ്? 1s ആണ്. ഇതേതാണ്? 1s. ഇനി n = 2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഷെല്ല്. L = 1 എന്ന് പറയുമ്പോൾ 1 വരുന്ന ഏത് ഷെല്ലാണ്? P. അപ്പോൾ ഇതേതാണ്? 2p ആണ്. നമ്മൾ പഠിച്ചു L = 0 ആണെങ്കിൽ S സബ്ഷെല്ലാണ്, L = 1 ആണെങ്കിൽ P സബ്ഷെല്ലാണ്, L = 2 ആണെങ്കിൽ D സബ്ഷെല്ലാണ്, L = 3 ആണെങ്കിൽ F സബ്ഷെല്ലാണ്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ 0 തൊട്ടാണ് തുടങ്ങുന്നതെന്ന് ശ്രദ്ധിച്ചോണം, തെറ്റിപ്പോരുത്. L = 0 തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ 0 ആണ് S സബ്ഷെല്ല്, 1 ആണ് P സബ്ഷെല്ല്, 2 ആണ് D സബ്ഷെല്ല്, 3 ആണ് F സബ്ഷെല്ല്. അപ്പോൾ ഇവിടുത്തെ എന്തൊക്കെയാണ് വരുന്നത്? 1s-ഉം 2p സബ്ഷെല്ലും ആണ് ഇവിടുത്തെ വരുന്നത്. എട്ടാമത്തെ ചോദ്യം, നമ്മൾ മുകളിൽ ചെയ്ത് എന്തായിരുന്നു? നമുക്ക് n വാല്യൂവും L വാല്യൂവും തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് സബ്ഷെല്ല് കണ്ടുപിടിക്കാൻ. ഇവിടെ സബ്ഷെല്ല് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് n-ഉം L-ൻ്റെയും വിലകൾ കണ്ടുപിടിക്കാനാണ്. ചെയ്തു നോക്കാമല്ലോ, ഈസിയാണ്. 2 ആകുമ്പോൾ n-ൻ്റെ വാല്യൂ എന്താണ്? n = 2 ആണ്. n = 2. അപ്പോൾ L എന്താണ്? 0 ആണ്. S ആണെങ്കിൽ L എന്തായിരിക്കും? 0 ആയിരിക്കും. നെക്സ്റ്റ് 4p ആണെങ്കിൽ n-ൻ്റെ വാല്യൂ 4, n = 4. L-ൻ്റെ വാല്യൂ എന്തായിരിക്കും? p ആണെങ്കിൽ L = 1 ആയിരിക്കും. L = 1. നെക്സ്റ്റ് 3d, n-ൻ്റെ വാല്യൂ 3 ആണ്. n = 3. അപ്പോൾ L-ൻ്റെ വാല്യൂ എന്തായിരിക്കും? L = 2 ആയിരിക്കും. L = 2 ആയിരിക്കും. അടുത്ത 5f, n-ൻ്റെ വാല്യൂ 5 ആയിരിക്കും. f ആണെങ്കിൽ L-ൻ്റെ വാല്യൂ 3 ആയിരിക്കും. L-ൻ്റെ വാല്യൂ 3 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈസിലി ഫൈൻഡ് ചെയ്യാമല്ലോ. n-ൻ്റെ വാല്യൂ L-ൻ്റെ വാല്യൂ തന്നാൽ സബ്ഷെല്ല് കണ്ടുപിടിക്കാനും നമുക്കറിയാം. അതുപോലെ തന്നെ സബ്ഷെല്ല് തന്നാൽ n-ൻ്റെ L-ൻ്റെയും വിലകൾ കണ്ടുപിടിക്കാൻ ഈസിയാണ്. അടുത്ത 9ാമത്തെ ചോദ്യം, ദി സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് സർട്ടൺ എലമെൻറ്റ്സ് ആർ ഗിവൻ. റൈറ്റ് ദി ഷോർട്ട് ഫോം ഓഫ് ഈച്ച് യൂസിങ് ദി സിമ്പിൾ ഓഫ്
കറസ്പോണ്ടിങ് ഇനേർട്ട് ഗ്യാസ്. ഏതാനും മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം നൽകിയിട്ടുണ്ട്. ഇവ ഉത്കൃഷ്ടവാതകത്തിൻ്റെ പ്രതീകം ഉപയോഗിച്ച് ചുരുക്കി എഴുതാനാണ്. അപ്പോൾ അറിയാലോ, നോബിൾ ഗ്യാസസ് ഉപയോഗിച്ച് അവയെ ചുരുക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നിയോൺ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ എത്രയാണ്? 10 വരുന്നത്. നിയോൺ 10, Ne ആണ് നിയോൺ 10. ഹീലിയം 2, ഹീലിയാണ് ആദ്യം തുടങ്ങുന്നത്. ഹീലിയം 2, നിയോൺ 10. ആർഗൺ 18, ക്രിപ്റ്റൻ 36. നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി. ക്രിപ്റ്റൻ 36. അപ്പം നമുക്ക് ഇവരെ ചുരുക്കി എഴുതി നോക്കാം. ആദ്യത്തെ 1s2 2s2 2p4. അപ്പോൾ 2 4 8 വരുന്നത്. അപ്പോൾ എന്താണ്? 10 വരെ വരുന്നില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ 1s2 2s2 2p4. അപ്പോൾ ആരെയാണ് യൂസ് ചെയ്യേണ്ടത്? ഹീലിയത്തെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഹീലിയം സ്ക്വയർ ബ്രാക്കറ്റിൽ ഹീലിയം എഴുതുക. ഹീലിയത്തിൻ്റെ എത്ര വരും? 1s2 വരും. ബാക്കി സ്ക്വയർ ബ്രാക്കറ്റ് കഴിഞ്ഞ് എഴുതുക. അപ്പോൾ 2s2 2p4. ഇങ്ങനെയാണ് നമ്മൾ ഉത്കൃഷ്ടവാതകം ഉപയോഗിച്ച് കോൺഫിഗറേഷൻ എഴുതുന്നത്. അടുത്തത് 1s2 2s2 2p6 3s2 3p5. അപ്പോൾ 2 4 10 12 17 വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഏത് ഉപയോഗിക്കണം? നിയോൺ ഉപയോഗിക്കണം. ഇവിടെ വരെ എന്താണ്? നിയോണിൻ്റെ ആണ് വരുന്നത് 2p6 വരെ. അപ്പോൾ നിയോൺ Ne, നിയോൺ Ne, ദെൻ ബാക്കി എഴുതുക 3s2 3p5. നെക്സ്റ്റ് 1s2 2s2 2p6 3s2 3p6 4s1. 2 4 10 10 12 6 18 18 19. പൊട്ടാസ്യത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം തന്നിരിക്കുന്നത്. അപ്പോൾ 18 വരെ വരുന്നുണ്ട് അല്ലേ? അത് ആരാണ്? ഇവിടെ ഇത്ര എന്താണ്? 18ൻ്റെ ആണ് അല്ലേ? അപ്പോൾ ആരാണ്? ആർഗൺ സ്ക്വയർ ബ്രാക്കറ്റിൽ AR ആർഗൺ 3D ആർഗൺ 4s1. 3p6 വരെയാണ് ആർഗൺ, ബാക്കി 4s1 ഉള്ളൂ. അപ്പോൾ 4s1. അടുത്തത് നോക്കാം. 1s2 2s2 2p6 3s2 3p6 3d5 4s2. ഇത് ഡി സബ്ഷെൽ. നെക്സ്റ്റ് 1s2 2s2 2p6 3s2 3p6 3d5 4s2. ഡി ബ്ലോക്ക് എലമെൻ്റ് കേസാണ്. ഡി ബ്ലോക്കിൻ്റെ എലമെൻ്റ് കേസെല്ലാം നമ്മൾ ആർഗൺ വെച്ച് തന്നെയാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ എവിടെ വരെയാണ് ആർഗൺ വരുന്നത്? ഈ 3p6 വരെയാണ് ആർഗൺ, 18 എലമെൻറ്റ്സ്. നെക്സ്റ്റ് 1s2 2s2 2p6 3s2 3p6 3d5 4s2. ഇത് ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ കേസ് നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ്? ആർഗൺ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ 18 വരെ 3p6 വരെ എന്താണ്? ആർഗൺ ആണ്. 18 ഇലക്ട്രോൺ വരെ ആർഗൺ ആണ്. അതിന് ശേഷം 4s2ഉം 3d5ഉം ആണ് വരുന്നത്. ആർഗൺ സ്ക്വയർ ബ്രാക്കറ്റിൽ ബാക്കി 3d5 4s2 3d5 4s2. ഗ്യാസസ് വെച്ച് ചുരുക്കി സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? 1s2 ആണ് ഈ ഹീലിയം ആയിരിക്കും. 1s2 2s2 2p6 വരുന്നത് നിയോണും 1s2 2s2 2p6 3s2 3p6 വരുന്നത് ആർഗണുമാണ്. അപ്പോൾ അതനുസരിച്ച് അവരെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, ബാക്കി അതിന് ശേഷം എഴുതുക. ഇങ്ങനെയാണ് നമ്മൾ ഉത്കൃഷ്ടവാതകം നോബിൾ ഗ്യാസസ് ഉപയോഗിച്ച് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം ചുരുക്കി എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ ചോദ്യം നോക്കാം. അയൺ Fe ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ബിക്കംസ് Fe3+ അയോൺ. ഇവിടെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട് 26. അപ്പം അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം 1s2 2s2 2p6 3s2 3p6 4s2 3d6 എന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ Fe3+ ആകുമ്പോൾ അയോണിൻ്റെ ഇലക്ട്രോണിക് വിന്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് സംഭവിക്കും? ആദ്യം എവിടെ നിന്നാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്? 3 ഇലക്ട്രോണാണ് നഷ്ടപ്പെടുന്നത്. ആദ്യം 4s നിന്നാണ് നമ്മൾ ഇലക്ട്രോണിനെ കളയേണ്ടത്. തെറ്റിപ്പോകരുത്. 3D എന്നല്ല ആദ്യം ഇലക്ട്രോണിനെ കളയേണ്ടത്. 4s നിന്ന് വേണം ആദ്യം ഇലക്ട്രോണിനെ കളയാൻ, എന്നിട്ട് വേണം 3Dയിലേക്ക് കയറാൻ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ആ വിന്യാസം? 1s2 Fe3+ൻ്റെ വിന്യാസം 1s2 2s2 2p6 3s2 3p6 ദെൻ 4s2ന്ന് 2 ഇലക്ട്രോൺ പോയി, ബാക്കി ഒരു ഇലക്ട്രോൺ 3Dന്ന് പോവും. അങ്ങനെയാണെങ്കിൽ 3d5 എന്ന് കിട്ടും. 3d5 ഇങ്ങനെയായിരിക്കും ഇലക്ട്രോണിക് വിന്യാസം വരുന്നത്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദി കെമിക്കൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഫോംഡ് വെൻ ദിസ് അയോൺ കമ്പൈൻസ് വിത്ത് സൾഫേറ്റ് അയോൺ. ഈ അയോണ് സൾഫേറ്റ് അയോണുമായി SO4 ചേർന്നുണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്തു നോക്കാം. അപ്പോൾ Fe3+ഉം SO4 കൂടെ ചേർന്ന് ഉണ്ടാകുന്ന രാസസൂത്രം കെമിക്കൽ ഫോർമുല എങ്ങനെയാണ്? Fe3+ലെ 3 SO4ന് കൊടുക്കുക, അതുപോലെ തന്നെ SO4 ഈ ഓക്സീകരണ അവസ്ഥ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈ 2 Feക്കും കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? Fe2 SO4ന് മൊത്തമായിട്ടാണ് ഈ 3 വരുന്നത്, അപ്പോൾ SO4 thrice എന്ന് കിട്ടും. അപ്പോൾ എന്താണ് കെമിക്കൽ ഫോർമുല കിട്ടുന്നത്? Fe2 SO4 thrice. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ എങ്ങനെയാണ് മോളിക്കുലർ ഫോർമുല രാസസൂത്രം കണ്ടുപിടിക്കുന്നത്? ഓരോത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതിൻ്റെ മുകളിൽ എഴുതുക, ആ നമ്പർ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്ക് കൊടുക്കുക. ഇപ്പോൾ Fe3+ൻ്റെ ആകുമ്പോൾ ആ 3 SO4ന് കൊടുക്കുക, SO4 2 Feക്ക് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉപയോഗിച്ച് കെമിക്കൽ ഫോർമുല എഴുതുന്നത്, രാസസൂത്രം എഴുതുന്നത്. വിച്ച് ഈസ് ദി അതർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദിസ് എലമെൻറ്റ്? റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി അയൺ ദസ് ഫോംഡ്. ഇവിടെ Fe3+ തന്നിട്ടുണ്ട്. Feയുടെ വേറൊരു അയോണിക് ഫോമാണ് Fe2+ എന്ന് പറയുന്നത്. വേറൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണ്? Fe2+ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് വിന്യാസം എങ്ങനെ വരും? കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2 ഇലക്ട്രോൺ നഷ്ടപ്പെടും. അപ്പോൾ ആ 2 ഇലക്ട്രോൺ ആരിൽ നിന്നാണ് നഷ്ടപ്പെടുന്നത്? 4sൽ നിന്നാണ്. 4sൽ നിന്നാണ് ആ 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്. അപ്പോൾ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 2p6 3s2 3p6 3d6 4sൽ നിന്നാണ് ആ 2 ഇലക്ട്രോൺ പോയത്. അപ്പോൾ 3d6 ഇതായിരിക്കും Fe2+ൻ്റെ കോൺഫിഗറേഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ചോദ്യം, അയൺ ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വൈ. അയൺ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു ട്രാൻസിഷൻ എലമെൻറ്റുകളാണ്, ട്രാൻസിഷൻ മൂലകങ്ങളാണ്. ട്രാൻസിഷൻ മൂലകങ്ങളെല്ലാം അയൺ, നിക്കൽ എല്ലാവരും എന്താണ് വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നും നമ്മൾ പഠിച്ചതാണ്. എന്താണ് കാരണം? ട്രാൻസിഷൻ എലമെൻറ്റ്സ് സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ S സബ്ഷെല്ലിൻ്റെയും തൊട്ടുള്ളിലുള്ള D സബ്ഷെല്ലിൻ്റെ ഊർജ്ജങ്ങൾ തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദർ ഈസ് ഓൺലി എ സ്ലൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഔട്ടർമോസ്റ്റ് S സബ്ഷെൽ ആൻഡ് ദി പെനൾട്ടിമേറ്റ് D സബ്ഷെൽ. ആസ് എ റിസൾട്ട് അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ, അതിനാൽ അനുയോജ്യമായ സാഹചര്യത്തിൽ ഇലക്ട്രോൺസ് ഫ്രം ദി D സബ്ഷെൽ ഓൾസോ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. D സബ്ഷെല്ലിലെ ഇലക്ട്രോണും കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെൻസുകൾ അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സിജൻ അവസ്ഥകൾ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ദാറ്റ് ഈസ് വൈ Fe ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അയണ് വ്യത്യസ്ത ഓക്സിജൻ അവസ്ഥകൾ കാണിക്കുന്നതിൻ്റെ കാരണം ഇതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? സംക്രമണ മൂലകങ്ങളുടെ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻസിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ S സബ്ഷെല്ലിൻ്റെയും ഉള്ളിലുള്ള D സബ്ഷെല്ലിൻ്റെ ഊർജ്ജങ്ങൾ തമ്മിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ. ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ, എനർജി ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ആരും തമ്മിൽ. ഔട്ടർമോസ്റ്റ് S സബ്ഷെല്ലും അതുപോലെ തന്നെ പെനൾട്ടിമേറ്റ് D സബ്ഷെല്ലും. അതുകൊണ്ട് രാസപ്രവർത്തനം നടക്കുമ്പോൾ ഈ D സബ്ഷെല്ലും കൂടെ ആ രാസപ്രവർത്തനത്തിൽ കെമിക്കൽ റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യും. അതുകൊണ്ടാണ് Feയുടെ കേസിൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. Feയുടെ കേസിൽ മാത്രമല്ല എല്ലാ ട്രാൻസിഷൻ എലമെൻറ്റേയും സംക്രമണ മൂലകങ്ങളുടെ കേസിൽ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥകൾ കാണിക്കുന്നത്. നെക്സ്റ്റ് അവസാനത്തെ ചോദ്യമാണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ അവസാനത്തെ ചോദ്യം. പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഭാഗം നൽകിയിരിക്കുന്ന പോർഷൻ ഓഫ് ദി പീരിയോഡിക് ടേബിൾ ഈസ് ഗിവൻ. ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. സിമ്പിൾസ് ആർ നോട്ട് റിയൽ. പ്രതീകങ്ങൾ യാഥാർത്ഥ്യമല്ല. അപ്പോൾ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ ഒരു മാതൃക തന്നിട്ടുണ്ട്.
അവിടെ ചില മൂലകങ്ങൾ ABCD എന്ന രീതിയിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഓരോ പ്രോപ്പർട്ടിക്കും ചേരുന്ന എലമെൻറ്റുകൾ മൂലകങ്ങൾ ആരാന്ന് എടുത്തെഴുതിയാൽ മതി. അയോണികൻ എൻതാൽപ്പി ഏറ്റവും കുറവുള്ള മൂലകം ഏത്? വിച്ച് എലമെൻറ്റ് ഹാസ് ലോവസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി? ലോവസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഉള്ള അയോണികൻ എൻതാൽപ്പി ഏറ്റവും കുറവുള്ള മൂലകം ഏത്? നമ്മൾ പഠിച്ചു പീരീഡിൽ അയോണീകരണ എൻതാൽപ്പി അയണൈസേഷൻ എൻതാൽപ്പി പീരീഡിൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ? പീരീഡിൽ ഇങ്ങനെ പോകുന്ന ഓരോ കേസാണ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഗ്രൂപ്പിൽ അയണൈസേഷൻ എൻതാൽപ്പി അയോണീകരണ എൻതാൽപ്പി കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് അല്ലേ? അയണൈസേഷൻ എൻതാൽപ്പി അയോണീകരണ എൻതാൽപ്പി കുറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ പീരീഡിൽ കേസിൽ എന്താണ്? കൂടിയാണ് പോകുന്നത്. അപ്പോൾ ലോവസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എവിടെയാണ്? ഗ്രൂപ്പുകളിലാണ്. അപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ വരുമ്പോൾ ഏറ്റവും കുറവ് അയണൈസേഷൻ എൻതാൽപ്പി ആർക്കാണ് വരുന്നത്? അയോണികൻ എൻതാൽപ്പി ഏറ്റവും കുറവ് ആർക്കാണ് വരുന്നത്? സിക്കാണ്. ആർക്കാണ്? സി. ഐഡൻറ്റിഫൈ ദി ആൽക്കലൈൻ എർത്ത് മെറ്റൽ. നമ്മൾ പഠിച്ചു ഗ്രൂപ്പ് 1 ആണ് ആൽക്കലി മെറ്റൽസ്, ആൽക്കലി ലോഹങ്ങൾ. ഗ്രൂപ്പ് 2 ആണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളെന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്, എസ് ബ്ലോക്ക് മൂലകങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ ആൽക്കലൈൻ എർത്ത് ലോഹം ഏതാണ്? ഡി ആണ് ആൽക്കലൈൻ എർത്ത് ലോഹം, ആൽക്കലൈൻ എർത്ത് മെറ്റൽ. വിച്ച് ആർ ദി ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്? അപ്പം നമ്മൾ പഠിച്ചു ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെയുള്ള എലമെൻസുകളാണ്. അതിൽ ഉൾപ്പെടുന്ന എലമെൻറ്റുകൾ മൂലകങ്ങളാണ് ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡി ബ്ലോക്ക് മൂലകം ആരാണ്? ഇ, എഫ്, ജി. ആരൊക്കെയാണ്? ഇ, എഫ്, ജി. ഇവരാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. വിച്ച് എലമെൻറ്റ് ഹാസ് ദി കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി സബ്ഷെൽ? ഇവരിൽ നമ്മൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ കണ്ടുപിടിച്ചു അല്ലേ? ഈ സബ്ഷെല്ലിൽ ഡി സബ്ഷെല്ലിൽ പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്ന മൂലകം ഏതിൻ്റെ ആയിരിക്കും? ഇപ്പോൾ ഡി സബ്ഷെൽ പൂർണ്ണമായും നിറഞ്ഞ മൂലകം ജി ആണ്. കാരണം ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ, സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ ഡി സബ്ഷെല്ലിൽ നിറയുമ്പോഴാണ് നമ്മൾ അവയെ എന്ത് വിളിക്കുന്നത്? ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസ് നോക്കിയാൽ ഗ്രൂപ്പ് 3 നോക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ ആയിരിക്കും ആദ്യം ഡി സബ്ഷെല്ലിൽ നിറയുന്നത്. 4ാമത്തെ ഗ്രൂപ്പ് നോക്കുമ്പോൾ 2 ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നു. 5ാമത്തെ ഗ്രൂപ്പ് നോക്കുമ്പോൾ 3 ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നു. 6ാമത്തെ ഗ്രൂപ്പ് നോക്കുമ്പോൾ 4 ആണ് ആഡ് ചെയ്യേണ്ടത്. പക്ഷേ അവിടെ 5 എണ്ണം ഹാഫ് ഫിൽഡായിട്ട് പാതി നിറഞ്ഞ രീതിയിലായിരിക്കും അവിടുത്തെ കോൺഫിഗറേഷൻ വരുന്നത്. നമ്മളത് പഠിച്ചു ക്രോമിയത്തിൻ്റെ കേസ് അല്ലേ? 3d5 4s1. പിന്നെ അങ്ങനെ പോകുമ്പോൾ അവസാനം 11 വരുമ്പോഴത്തേക്ക് അവിടെ എന്താണ്? കോപ്പറിൻ്റെ കേസിലും 3d10 4s1 ആണ് വരുന്നത്. അതെന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡായിട്ടുള്ള കേസാണ് വരുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് സിങ്ക് ആണ്. സിങ്ക് 30 ആണ്. സിങ്ക് 30 വരുമ്പോഴും 3d10 4s1. അതെന്താണ്? ഡി സബ്ഷെല്ല് പൂർണ്ണമായി നിറഞ്ഞതായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആരേ ഉള്ളൂ? ജിയേ ഉള്ളൂ. അപ്പോൾ ഡി സബ്ഷെല്ല് പൂർണ്ണമായി നിറഞ്ഞ മൂലകം ഏതാണ്? ഇവിടെ ജി ആണ്. അല്ലെങ്കിൽ ചോദിക്കുകയാണ് ഡി സബ്ഷെല്ല് പകുതി മാത്രം നിറഞ്ഞ മൂലകമായിരുന്നെങ്കിൽ അത് എഫ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇങ്ങനെ 1 2 3 എഴുതിയത് നമുക്ക് അത്രയും ഇലക്ട്രോൺ വെച്ചാണ് ഓരോ കേസിലും ആ സബ്ഷെല്ലിൽ നിറയുന്നത്. ഇപ്പോൾ സ്പെഷ്യൽ കേസ് ഉണ്ട്, അത് ഈ ഗ്രൂപ്പ് 6ലും ഗ്രൂപ്പ് 11ലുമാണ്. ഓക്കെ, ദെൻ മൂവിങ് ടു ആർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3d3 4s2 ഇലക്ട്രോണിക് വിന്യാസമുള്ള മൂലകം ഏതാണ്? ഐഡൻറ്റിഫൈ ദി എലമെൻറ്റ് ഹാവിങ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 3d3 4s2. 3 ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുന്നു. ഡി സബ്ഷെല്ലിലേക്ക് 3 ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുന്നു. ആരുടെ കേസിലാണ്? ഇയുടെ കേസിൽ. ആരുടെ കേസിലാണ്? ഇ ആണ്. ഇ. ഞാൻ ഈ മുകളിൽ എഴുതിയിരിക്കുന്ന 1 2 3 നിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാം. ഞാൻ അത് എഴുതിയിരിക്കുന്നത് ഓരോ ഗ്രൂപ്പിലും എത്ര ഇലക്ട്രോൺ വെച്ചാണ് ഡി സബ്ഷെല്ലിലേക്ക് നിറയുന്നതെന്ന രീതിയിലാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഈസിലി നമുക്ക് 3 ഇലക്ട്രോൺ ഡി സബ്ഷെല്ലിൽ നിറയുന്ന കേസ് ആരുടെയാണ് വരുന്നത്? ഇയുടെ കേസാണ് വരുന്നത്. ഐഡൻറ്റിഫൈ ദി നോബിൾ ഗ്യാസ്. ഉത്കൃഷ്ടവാതകം ഏതാണ്? ഗ്രൂപ്പ് 18 ആണ് ഉത്കൃഷ്ടവാതകങ്ങൾ, നോബിൾ ഗ്യാസസ്. അപ്പോൾ ആരാണ്? കെ. കെ ആട്ടോ. കെ. വിച്ച് എലമെൻറ്റ് ഹാസ് ഓൺലി 3 ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് പി സബ്ഷെല്ല്?
പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത് 13 മുതൽ 18 വരെ ഉള്ളവരെയാണ് നമ്മൾ പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിൽ അവസാനത്തെ പി സബ്ഷെല്ലിൽ 3 ഇലക്ട്രോൺ വരുന്നത് ആരുടെ കേസിലായിരിക്കും? എച്ചിൻ്റെ കേസിലായിരിക്കും. 15ാമത്തെ ഗ്രൂപ്പിലെ എച്ച് മൂലകത്തിൻ്റെ കേസിലാണ്. നമ്മൾ പഠിച്ചു അവസാനത്തെ എസ്സിലെയും പിയിലെ ഇലക്ട്രോണിൻ്റെ കൂടെ 10 കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഏതിലാണ് പി ബ്ലോക്ക് എലമെൻറ്റ് വരുന്നതെന്ന്, ഗ്രൂപ്പ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. നമ്മൾ പഠിച്ചായിരുന്നു എസ്സിൽ പിയിലെയും ഇലക്ട്രോണുകൾ കൂട്ടി 10 കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് കിട്ടുന്നതെന്ന്. അപ്പോൾ എസ്സിൽ മാക്സിമം 2 ഇലക്ട്രോണേ നിറയത്തുള്ളൂ അല്ലേ? പ്ലസ് 10 10 കൂടെ ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ അവസാനത്തെ പിയിൽ എത്ര ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന കേസാണ് പറഞ്ഞേ? 3 ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ ആരാണ് വരുന്നത്? 15ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകമാണ് അവിടുത്തെ ആൻസർ. അപ്പോൾ 15ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകം ആരാണ്? എച്ച് ആണ്. മനസ്സിലായോ? അപ്പോൾ വിച്ച് എലമെൻറ്റ് ഹാസ് ഓൺലി 3 ഇലക്ട്രോൺസിൻ്റെ ഔട്ടർമോസ്റ്റ് പി സബ്ഷെല്ല്? ബാഹിതമ പി സബ്ഷെല്ല് 3 ഇലക്ട്രോൺ മാത്രം കാണപ്പെടുന്ന മൂലകം ഏതാണ്? എച്ച്. അങ്ങനെ നമ്മുടെ ഈ ചാപ്റ്ററിലെ ലെറ്റർ സക്സസ് വിലയിരുത്താൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതോടെ ഈ ചാപ്റ്ററിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ താങ്ക് യു.